സബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് കോർപ്പറേഷനാണ്. കോർപ്പറേഷനിലെ സോഴ്സസ് ഓഫ് ഫണ്ട്സ്. അത് സോഴ്സസ് ഓഫ് ഫണ്ട്സിന്റെ ആദ്യത്തെ 2 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി 3ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതോടുകൂടി നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്നുള്ള എല്ലാനും ഒന്ന് കവർ ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത് 1969 KCS ആക്ടിന്റെ 6ാമത്തെ ചാപ്റ്ററിൽ വരുന്ന സ്റ്റേറ്റ് എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അതിൽ ബാലൻസ് ആയിട്ടുള്ളത് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട്സിനെ കുറിച്ചാണ്. ആ ഫണ്ട്സിൽ എന്തെല്ലാമാണ് വരുന്നത്, ഫണ്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓൺ ഫണ്ട്സ് വരുന്നുണ്ട്, ബോറോയിങ്സ് വരുന്നുണ്ട്, സ്റ്റേറ്റ് എയ്ഡ്സ് വരുന്നുണ്ട്. ഈ സ്റ്റേറ്റ് എയ്ഡ്സ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ ബാക്കിയുള്ളത് എന്താണ്? ഓൺ ഫണ്ട്സും ബോറോയിങ്സും. എന്തൊക്കെയാണ്? ഓൺ ഫണ്ട്സ്, ബോറോയിങ്സ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ഓൺ ഫണ്ട്സ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. ഓൺ ഫണ്ട്സ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഇന്റേണൽ സോഴ്സിൽ നിന്ന്, അതിന്റെ മെമ്പർമാരിൽ നിന്ന് കിട്ടുന്ന ആ ഫണ്ടിനെയാണ് നമ്മൾ ഓൺ ഫണ്ട് എന്ന് പറയുന്നത്. ദീസ് ആർ ഫണ്ട്സ് റേസ്ഡ് ബൈ ദ സൊസൈറ്റി ഫ്രം മെമ്പേഴ്സ് ഓർ ഇന്റേണൽ സോഴ്സസ്. എന്താണ് ഓൺ ഫണ്ട് എന്ന് പറയുന്നത്? ഓൺ ഫണ്ട് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഇന്റേണൽ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ, അതിന്റെ മെമ്പർമാരിൽ നിന്ന് റേസ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ഓൺ ഫണ്ട് എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമ്മൾ ഓൺ ഫണ്ടുകൾ റേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. എന്തൊക്കെയാണ് ഓൺ ഫണ്ടിൽ വരുന്നത്? ഒന്നാമത്തെയാണ് അഡ്മിഷൻ ഫീ ഓർ എൻട്രൻസ് ഫീ. എന്താണ് അഡ്മിഷൻ ഫീ ഓർ എൻട്രൻസ് ഫീ? ഒരു വ്യക്തി, ഒരു മെമ്പർ അതിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് ആദ്യം തന്നെ കൊടുക്കുന്നത്? പ്രവേശന ഫീസ്. ആ പ്രവേശന ഫീസാണ് അംഗത്വ ഫീസ് അല്ലെങ്കിൽ പ്രവേശന ഫീസ് എന്ന് പറയുന്നതാണ് ഓൺ ഫണ്ടിലെ ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്നത്. രണ്ടാമത്തേതാണ് ഷെയർ ക്യാപിറ്റൽ. എന്താണ്? രണ്ടാമത്തേതാണ് ഷെയർ ക്യാപിറ്റൽ. 3 റിസർവ് ഫണ്ടുകൾ, മറ്റേത് അതർ റിസർവ്സ്. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അഡ്മിഷൻ ഫീ? അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് എന്താണ്? അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് അത് ഒരു മെമ്പർ ജോയിൻ ചെയ്യുമ്പോൾ അത് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു ഫീസിനെയാണ് നമ്മൾ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. ഒരു മെമ്പർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫീസിനെ പറയുന്ന പേരാണ് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. ഈ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്ന ഒരു മെമ്പർ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ജോയിൻ ചെയ്യുന്ന സമയത്ത് മാത്രം, ഒരു പ്രവേശിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് റിക്കറിംഗ് ആയിട്ടുള്ള ഒരു എന്താണ് പറയാ, നേച്ചർ ഒന്നുമില്ല. അത് റിക്കറിംഗ് നേച്ചർ അല്ല, അത് കണ്ടിന്യൂസ് ഉള്ള പ്രോസസ് ഒന്നല്ല. അത് എന്താണ്, ഒരിക്കലേ ഒരാൾ ജോയിൻ ചെയ്യുന്ന അറ്റ് എ ടൈമിൽ മാത്രമാണ് പ്രവേശന ഫീസ് കൊടുക്കുന്നത്. ഇതപ്പോ തന്നെ ചെറിയൊരു എമൗണ്ട് ആണ്. ഇത് നമ്മൾ ഓൺ ഫണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികം യൂട്ടിലൈസേഷൻ ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രിലിമിനറി എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. എന്താണ്? സംഘത്തിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു മെമ്പർ വരുമ്പോൾ പ്രിലിമിനറി എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ടാണ് സൊസൈറ്റിയുടെ വർക്കിങ്ങിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് എന്താണ് പറയുന്നത്, ഈ അഡ്മിഷൻ ഫീസ് ഉപയോഗിക്കുന്നത്. ദീസ് ആർ ഫീസ് കളക്ടഡ് ഫ്രം എ മെമ്പർ അറ്റ് ദ ടൈം വെൻ ഹി ജോയിൻ ദ സൊസൈറ്റി. ഒരു മെമ്പർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശേഖരിക്കുന്ന എമൗണ്ടിനെയാണ് അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഐറ്റം ഓഫ് നോൺ റിക്കറിംഗ് ഇൻ നേച്ചർ ആൻഡ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ മീറ്റിംഗ് ദി പ്രിലിമിനറി എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ അഡ്മിഷൻ ഫീ എന്താ നമ്മൾ പഠിച്ചില്ല. അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് ഒരു മെമ്പർ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന ഫീസാണ് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അഡ്മിഷൻ ഫീസ് നോൺ റിക്കറിംഗ് നേച്ചറിലുള്ളതായിരിക്കും. അതൊരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ വർക്കിങ്ങിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താണ്? ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്താണ്? ഷെയർ ക്യാപിറ്റൽ റെപ്രസെന്റ്സ് ദ ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എ മെമ്പർ ടുവാർഡ്സ് ദ റിസോഴ്സസ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് ദി ബെനിഫിറ്റ്സ് ഫ്രം ദ സൊസൈറ്റി. ഇറ്റ് ഫോംസ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. പറ്റി കുറയ്ക്കുന്നുണ്ട്, അത് നോക്കിയിരുന്നാൽ നമ്മുടെ ക്ലാസ് നടക്കില്ല. ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്യാണ്. പല ക്ലാസ്സുകളും ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നു, പക്ഷെ നിവൃത്തിയില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല, ആൾ കുറെ നിർത്തുന്നില്ല. ഞാൻ കൂട്ടിന്ന് കഴിച്ചിട്ടൊക്കെ നോക്കി, അങ്ങനെയെങ്കിലും കുറെ നിർത്തട്ടെ എന്ന് വെച്ചാൽ രക്ഷയില്ല. അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ നിവൃത്തിയില്ല.
Share capital represents the initial contribution made by a member towards the resources of the society for the purpose of getting the benefits from the society. It forms an important part of the working capital. എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എന്താണ് അത് നമ്മളുടെ ഏതൊരു സൊസൈറ്റിയുടെയും അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് വർക്കിംഗ് ക്യാപിറ്റലിന് ഇത് എന്താണ് ഉപയോഗിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്. ഒരു മെമ്പർ അതിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിക്കുന്നത് അതിന്റെ ഷെയർ ക്യാപിറ്റലാണ്. അയാൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ഷെയറുകളാണ് വാങ്ങിക്കുന്നത്. അതുപോലെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എല്ലാ മെമ്പർമാരും ഒരേപോലെ എടുക്കുന്നൊന്നല്ല. അത് ഡിപ്പെൻസ് ആയിരിക്കും. നമ്മൾക്ക് ലോണുകളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ലോണുകൾ ഇത്ര ഷെയറിനനുസരിച്ചായിരിക്കും ലോണുകളൊക്കെ കൊടുക്കുക. അപ്പൊ ലോൺ കൂടുതൽ എടുക്കുന്ന ആൾക്കാർ ഷെയർ കൂടുതൽ എടുക്കും. അതേപോലെ ഷെയർ കൂടുതൽ നേരത്തെ തന്നെ നമുക്ക് എടുത്തിടാം. ഷെയർ ക്യാപിറ്റൽ അനുസരിച്ചാണ് ഡിവിഡൻഡുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ ഷെയർ ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞ് 3 വർഷം കഴിയാതെ നമുക്കത് പിൻവലിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ എന്താ ഷെയർ ക്യാപിറ്റൽ പറഞ്ഞത് എന്താണ്? അത് ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ ആണ്. അതൊരു സൊസൈറ്റിയിലെ ഏറ്റവും വലിയ റിസോഴ്സുകൾ പെടുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് റിസർവ് ഫണ്ട്. എന്താണ് റിസർവ് ഫണ്ട് എന്ന് വെച്ചാൽ, റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഭത്തിൽ നിന്ന് മാറ്റി വെക്കുക. റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ലാഭമുള്ള നമ്മളൊരു സൊസൈറ്റി വർക്കിംഗ് ഒക്കെ ആയി അത് ലാഭത്തിൽ നിന്ന് നമ്മൾ റിസർവ് ഫണ്ട് ആയിട്ട് മാറ്റി വെക്കും. അതായത് റിസർവ് ഫണ്ട് എന്തിനാണ് മാറ്റി വെക്കുന്നത് വെച്ചാല് അൺഫോർസീൻ കണ്ടിജൻസ് മീറ്റ് ചെയ്യാനാണ്. അൺഫോർസീൻ കണ്ടിജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോഴൊക്കെ അതിനെ മീറ്റ് ചെയ്യാനാണ് നമ്മൾ റിസർവ് ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്. റിസർവ് ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അൺഫോർസീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അൺഫോർസീൻ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാനാണ് റിസർവ് ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്. റിസർവ് ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാല് അൺഫോർസീൻ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാനാണ് റിസർവ് ഫണ്ട് ഉപയോഗിക്കുന്നത്. ഈ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലാഭത്തിൽ നിന്ന് 15% കുറയാത്തൊരു എമൗണ്ട് ആണ്. എന്താണ്? 15% കുറയാത്തൊരു എമൗണ്ട് ആണ് റിസർവ് ഫണ്ട് ആയിട്ട് മാറ്റിവെക്കുന്നത്. 15% കുറയാത്തത് ആ പെർസെന്റേജ് ഒക്കെ പഠിച്ചു വെക്കാം. റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് റിസർവ് ഫണ്ട് ആൻഡ് ഈസ് സെറ്റ് അപ്പാർട്ട് എവരി ഇയർ ഫ്രം ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി സൊസൈറ്റി. ഇത് കൂടാതെ നമ്മൾ അതർ റിസർവ്സുകളും മാറ്റിവെക്കുന്നതാണ്. ബൈലോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ അതർ റിസർവുകളും മാറ്റിവെക്കുന്നു. അപ്പാർട്ട് ഫ്രം റിസർവ് ഫണ്ട് there are different forms of reserves kept by societies and are usually mentioned in the bylaw. ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും എന്തിനൊക്കെയാണ് മാറ്റിവെക്കേണ്ടതെന്ന്. ആ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോന്നിനായിട്ട് റിസർവുകൾ മാറ്റിവെക്കുക. അതാണ് അതർ റിസർവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതർ റിസർവ്സ് എന്നാണ്. അപ്പാർട്ട് ഫ്രം റിസർവ് ഫണ്ട് there are different forms of reserves kept by societies and are usually mentioned in the bylaws. ഇതിൽ മാറ്റി വെക്കുന്നത് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. കോമൺ ഗുഡ് ഫണ്ടിന് 10% കോമൺ ഗുഡ് ഫണ്ടിന് മാറ്റിവെക്കുന്നു. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിന് 7% മാറ്റിവെക്കും. ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ബേഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് റിസർവ്. എന്താണ് കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? പൊതു നന്മ ഫണ്ട് എന്നൊക്കെ പറയും. നമ്മള് ചാരിറ്റബിൾ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് മാറ്റിവെക്കുന്നത്. ഈ ഫണ്ടിൽ നിന്നാണ് സൊസൈറ്റികൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പൈസകൾ കൊടുക്കുന്നത്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് ചെറുകിട നാമമാത്ര അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മാറ്റിവെക്കുന്നത്. അപ്പൊ എന്താണ് അങ്ങനെ തിരിച്ചടവിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സംഘത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. അപ്പൊ അതിനൊന്ന് മാനേജ് ചെയ്തിട്ട് അതൊന്ന് ക്രമീകരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് 7% മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, ഡിവിഡൻഡ് കൊടുക്കേണ്ട അത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട് മാറ്റിവെക്കുന്നു. ബിൽഡിംഗ് ഫണ്ടുകൾ എന്താണ് ഒരു കെട്ടിടമൊക്കെ പണിയേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എമൗണ്ട് ബിൽഡിംഗ് ഫണ്ടായിട്ട് മാറ്റിവെക്കും. ബേഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് റിസർവ്, കിട്ടാക്കടങ്ങളൊക്കെ വരുമല്ലോ, സംശയാസ്പദമായ കടങ്ങൾ, കിട്ടാക്കടങ്ങൾ, അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടി മാറ്റിവെക്കുന്നതാണ് ബേഡ് ആൻഡ് ഡൗട്ട്ഫുൾ റിസർവ് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സുകൾ നിർബന്ധമായി മാറ്റിവെക്കുന്ന റിസർവുകളാണ് റിസർവ് ഫണ്ട് 15%. എന്താണ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ റിസർവ് ഫണ്ട് 15% റിസർവ് ഫണ്ടുകൾ 15% റിസർവ് ഫണ്ട് മാറ്റിവെക്കണം. അതേപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ ഫണ്ടിന് 5%, എഡ്യൂക്കേഷൻ ഫണ്ടിന് 5%, 15% കുറയാത്ത സംഖ്യ, അതായത് 15% അതിൽ കൂടുതൽ റിസർവ് ഫണ്ട് മാറ്റിവെക്കാം.
അപ്പൊ എഡ്യൂക്കേഷൻ ഫണ്ട് 5% തന്നെയാണ് എഡ്യൂക്കേഷൻ ഫണ്ട് മാറ്റി വെക്കേണ്ടത്. അതിൽ 5% എന്ന് പറയുന്നതോ 60,000 രൂപ. ഇതിൽ ഏതാണ് കൂടുതൽ, കുറവല്ല, ഏതാണ് കൂടുതൽ അതാണ് മാറ്റി വെക്കേണ്ടത്. ഇപ്പൊ ഇത് 5% ഫണ്ട് എന്ന് പറഞ്ഞ 1,00,000 രൂപ ആയിട്ടുണ്ടെങ്കിൽ അതില് 60,000 രൂപ വെച്ചാൽ മതി. ഒരാളുടെ എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റിനെ സംബന്ധിച്ച് 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിന്റെ, അതൊക്കെ നെറ്റ് പ്രോഫിറ്റിന്റെ 15%, 5% എന്നൊക്കെ പറയുന്നത്. അപ്പൊ നെറ്റ് പ്രോഫിറ്റിന്റെ 5% എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കുമ്പോൾ ആ നെറ്റ് പ്രോഫിറ്റിന്റെ 5% എന്ന് പറയുന്നത് 1,00,000 രൂപയൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1,00,000 രൂപ അടയ്ക്കേണ്ട, മാക്സിമം 60,000 രൂപ അടച്ചാൽ മതി. ഇതിൽ ഏതാണ് കൂടുതൽ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് കൂടുതൽ വരുന്ന എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് അടച്ചാൽ മതി. മാക്സിമം 60,000 രൂപ. അത്ര സീസ് ചെയ്തിരിക്കുന്ന 60,000 രൂപയാണ്. 60,000 രൂപയിൽ മേലെ വന്നു കഴിഞ്ഞാൽ 60,000 രൂപ അടച്ചാൽ മതി. 60,000 താഴെയാണെങ്കിൽ 5% എന്നുള്ള കണക്കിൽ അടയ്ക്കണം. ഇത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്, അതും 5%ആണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 5%. എഡ്യൂക്കേഷൻ ഫണ്ട് 5% കുറയാത്തൊരു ഫണ്ട് കൂടരുത്, അധികരിക്കേണ്ട. എഡ്യൂക്കേഷൻ ഫണ്ട് 5% അധികരിക്കാൻ പാടില്ല. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 5%. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് 7%. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് 7%. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എത്രയാണ്? 7%. മെമ്പർ റിലീഫ് ഫണ്ട് 10%. മെമ്പർ റിലീഫ് ഫണ്ട് എത്രയാണ്? 10%. മാക്സിമം 1,00,000 റുപ്പീസ്. മെമ്പർ റിലീഫ് ഫണ്ട് എത്രയാണ്? 10%, മാക്സിമം 1,00,000. ഈ പറഞ്ഞ പോലെ തന്നെയാണ്. 10% വരുമ്പോൾ 1,00,000 മേലെ വന്നു കഴിഞ്ഞാൽ 1,00,000 രൂപ അടച്ചാൽ മാത്രം മതി. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ എന്താന്നൊക്കെ പഠിച്ചില്ല. അപ്പൊ റിസർവ് ഫണ്ട് 15%, എഡ്യൂക്കേഷൻ ഫണ്ട് 5%, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 5%, അഗ്രികൾച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് 7%, മെമ്പർ റിലീഫ് ഫണ്ട് 10%. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ബോറോയിങ്സ് ആണ്. ബോറോയിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബോറോയിങ്സ് എന്ന് വെച്ചാൽ വായ്പകൾ പല രീതിയിലുള്ള വായ്പകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ശരിക്കും പറഞ്ഞ ഒരു വായ്പയല്ലെങ്കിൽ കൂടി ഒരു സംഘത്തിൽ തിരിച്ചു കൊടുക്കേണ്ടതായ തുകയായതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വായ്പയായിട്ട് കടമായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ബോറോയിങ്സ് ഫ്രം അതർ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റുള്ള സ്ഥാപനങ്ങൾ, മറ്റുള്ള ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുക്കുന്ന കടങ്ങൾ. ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാത്രമല്ല, ഗവൺമെന്റോ അതേപോലെ തന്നെ എന്താണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ NCDC, നബാർഡ് ഒക്കെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും കടമെടുക്കാം. അത് ബോറോയിങ്സ് ആവാം, അതുപോലെ ലോണുകൾ നമ്മൾ എടുക്കാം, അങ്ങനെയുള്ളത് ആണ്. അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ, നമ്മളുടെ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ പോലെയുള്ള ബാങ്കുകൾ കടപ്പത്രങ്ങൾ ഇറക്കിയാണ് അവരുടെ ഫണ്ടുകൾ സ്വരൂപിക്കുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഫണ്ടുകൾ ബോറോയിങ്സ് എന്ന രീതിയിൽ സ്വരൂപിക്കുന്നത്? ഡെപ്പോസിറ്റുകളാവാം, അതേപോലെ തന്നെ ബോറോയിങ്സ് ഫ്രം അതർ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാകാം, അതുപോലെ കടപ്പത്രങ്ങൾ ഇറക്കിക്കൊണ്ടാകാം. അങ്ങനെയുള്ള രീതികളിലും എന്താണ് ഫണ്ടുകൾ സ്വരൂപിക്കുന്നു. ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രൊമോഷൻ ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്. അതായത് റൂറൽ ഏരിയയിൽ ഉള്ള സൊസൈറ്റികളിൽ സേവിങ്സ് മെന്റാലിറ്റികളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റുകൾ ആരംഭിക്കുന്നത്. റൂറൽ ഏരിയയിലുള്ള സൊസൈറ്റികളിൽ ഡെപ്പോസിറ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് എന്താണ് അവിടുത്തെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കാൻ തുടങ്ങിയത്. ആ ഡെപ്പോസിറ്റുകൾ അങ്ങനെ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ മാഗ്ലഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഡെപ്പോസിറ്റുകളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. അതിന് മാഗ്ലഗൻ കമ്മിറ്റിയാണ് പറഞ്ഞത് ഇങ്ങനെ ത്രിഫ്റ്റ് ആളുകളുടെ ഇടയിൽ സമ്പാദ്യശീലമൊക്കെ വരണം എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാഗ്ലഗൻ കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാഗ്ലഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഡെപ്പോസിറ്റുകളൊക്കെ വാങ്ങിക്കണം. അതേപോലെ സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1904 സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുകയും 1951 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ആ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് നോക്കുമ്പോഴും ഇന്ത്യയിലെ മൊത്തം വായ്പകൾ അല്ലെങ്കിൽ മൊത്തം ബാങ്കിങ് സംവിധാനത്തില് 3% മാത്രമേ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ള കണ്ടെത്തലുകൾ കൊണ്ട് ഓൾ ഇന്ത്യ സർവേ കമ്മിറ്റി പറഞ്ഞൊരു വാചകം കൊണ്ട് എന്താണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്താ പറയാ
പരാജയമാണ് ഉണ്ടായത്. അതെന്നാൽ വിജയിച്ചേ മതിയാവൂ എന്നാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ആ അഭിപ്രായത്തിന് അനുസൃതമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ എന്ത് തുടങ്ങിയത്. അവരുടെ ആയ അഭിപ്രായത്തിനോടനുബന്ധിച്ചാണ് അവരൊരു റിപ്പോർട്ട് സമർപ്പിച്ചത്. സ്റ്റേറ്റ് പങ്കാളിത്തം ആവശ്യമാണ്, നിർബന്ധമായിട്ട് സ്റ്റേറ്റ് പങ്കാളിത്തം ആവശ്യമാണെന്ന് പറഞ്ഞത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ഒരു സ്റ്റേറ്റ് പങ്കാളിത്തം ഉണ്ടാകുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് ജനങ്ങളുടെ ഇടയിൽ കോൺഫിഡൻസ് വർദ്ധിക്കാൻ സാധിക്കും. ജനങ്ങളുടെ ഇടയിൽ എന്താണ് കോൺഫിഡൻസ് വർദ്ധിക്കും. എങ്ങനെയുള്ള കോൺഫിഡൻസ് ആണ് നോക്കാം. അതായത് നമുക്കറിയാം, നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൻപുറത്തുള്ള ഒരു മണി ലെൻഡേഴ്സിന്റെ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം കൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ്. നമുക്ക് നിർബന്ധമായി പൈസ അത്യാവശ്യമാണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അവിടെ നമുക്കൊരു വിശ്വാസം ഇല്ല അവിടെ. അപ്പൊ കടം വാങ്ങിക്കാൻ നമുക്ക് ഓക്കെ, പക്ഷെ അയാൾക്കൊരു നമ്മളൊരു കൂടുതൽ പലിശ കിട്ടുമെന്ന് പറഞ്ഞ് പലിശക്ക് കടം കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളില് കുറെ ടെൻഷനുകളുണ്ട്. നമുക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലേ, എങ്ങനെയായിരിക്കും, ട്രസ്റ്റ് കുറവായിരിക്കും. അതേ സ്ഥാനത്ത് അവിടെ ഗവൺമെന്റിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫണ്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം വരും. ഗവൺമെന്റും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതല്ലേ എന്നുള്ളൊരു വിശ്വാസം വരും. ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറയുന്നത് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് അത്യാവശ്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നപ്പോൾ എന്താണ്, നമ്മളുടെ സഹകരണ സംഘങ്ങൾക്ക് ഒരു പ്രസ്റ്റീജുകൾ വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ ബോറോയിങ് പവറുകൾ കൂടി. എന്താണ്, ആ ഒരു സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് കൊണ്ട് തന്നെ ബോറോയിങ് പവർ കൂടുതലായി, ത്രിഫ്റ്റ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയുള്ള സഹായങ്ങൾ. അപ്പൊ എങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ് സഹായങ്ങൾ കിട്ടിയെന്ന് വെച്ചാൽ നമുക്കറിയാം, നബാർഡിൽ നിന്ന്, NCDC-യിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിച്ചതാണ്, എങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ് എയ്ഡ് എന്നുള്ളത്. അത് നമുക്ക് ഇനി ഇത് ലാസ്റ്റ് ഒന്നും കൂടി ഞാൻ റിവൈസ് ചെയ്ത് പറയാം. അപ്പൊ അങ്ങനെ വെച്ചാല് അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഫണ്ട് എന്താ വെച്ചാൽ ഡെപ്പോസിറ്റ് തന്നെയാണ്. ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട്, ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് ഡെപ്പോസിറ്റ് ആണ്. ആ ഡെപ്പോസിറ്റ് വെച്ച് തന്നെയാണ് അവർ വായ്പകൾ നൽകുന്നത്. അപ്പൊ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പ്രൊമോഷൻ ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്. ഡെപ്പോസിറ്റ് റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുന്നു. ഡെപ്പോസിറ്റ് ആരിൽ നിന്നൊക്കെയാണ്, മെമ്പർമാരിൽ നിന്നും നോൺ മെമ്പർമാരിൽ നിന്നും ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുന്നു. ഫോളോയിങ്സ് ആർ ദ വേരിയസ് കൈൻഡ്സ് ഓഫ് ഡെപ്പോസിറ്റ്. താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെപ്പോസിറ്റുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മളുടെ സൊസൈറ്റികളൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ടുകളാണ്. സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. സേവിങ്സ് ഡെപ്പോസിറ്റ് നമുക്കറിയാം, കൊച്ചു കൊച്ചു തുകകൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളൊരു സമ്പാദ്യശീലം എന്ന് പറയില്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാശ് കൊടുക്കൽ കുട്ടികൾ ഇടുന്ന പോലെ നമ്മൾ കുറേശ്ശെ എമൗണ്ട് കൊണ്ട് ബാങ്കിലിട്ട് സൂക്ഷിക്കുന്നതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബൾക്ക് എമൗണ്ട് വന്ന് നമുക്ക് കുറച്ച് കാലത്തേക്ക് അത് ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് ബിസിനസ്സുകാരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല, ഇൻട്രസ്റ്റ് റേറ്റ് 0 ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനേക്കാൾ കൂടുതലാണ്. എന്നാൽ സേവിങ്സ് അക്കൗണ്ട് കറന്റ് അക്കൗണ്ടിനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു സേവിങ്സ് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടെ സംയോജിപ്പിച്ച് കണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയാൽ അതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. അതൊരു മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീമാണ്. മന്ത്ലി നമ്മൾ ഇത്ര എമൗണ്ട് വെച്ച് ഒരു ഇത്ര കാലങ്ങളിലേക്ക് റിക്കറിംഗ് ആയിട്ടാണ്, അത് കറക്റ്റ് ആയിട്ട് എല്ലാ മാസവും ഇന്ന ഡേറ്റിൽ 5-ാം തീയതി ആണെങ്കിൽ 5-ാം തീയതി തന്നെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അത് നമുക്ക് SB അക്കൗണ്ടിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, എന്നാൽ FD അത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയുമില്ല. അങ്ങനെ നിങ്ങൾക്കത് ഒരു സേവിങ്സ് മെന്റാലിറ്റിയിൽ തന്നെയുള്ള ഒരു അക്കൗണ്ട് ആണ്. അത് നമുക്ക് പെട്ടെന്ന് വിചാരിക്കുന്ന അപ്പം തന്നെ കിട്ടുകയുമില്ല. ഒരു വർഷ കാലയളവാണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ തന്നെയുള്ള ഡെപ്പോസിറ്റ് ആണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാങ്കിങ്ങിൽ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം.
അടുത്ത ബോറോയിങ്സ് ഫ്രം അതർ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ബോറോയിങ്സ് ഫ്രം അതർ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ? അതർ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല ഞാൻ ഇപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത്. ഒന്ന് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന്, ഫിനാൻഷ്യൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മളുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അവര് ഫൈനാൻസിങ് ബാങ്ക് എന്ന് പറഞ്ഞ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഫൈനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫൈനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അവർ കടം വാങ്ങിക്കുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ലോണുകൾ അവര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വേറെ ഏതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നും വാങ്ങിക്കാം. പിന്നെ അവർക്ക് എന്താണ് സ്റ്റേറ്റ് എയ്ഡ് ആയിട്ട് ലോണുകൾ വേറെ വാങ്ങിക്കുന്നത് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നബാർഡിൽ നിന്നും NCDസിൽ നിന്നും സഹായങ്ങളല്ലാതെ ലോണുകളും വാങ്ങിക്കാം. അങ്ങനെ എന്താണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ബോറോ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ബോറോയിങ്സ് ഫ്രം അതർ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Societies usually borrow money from financing bank or state cooperative bank. Societies usually borrow money from financing bank or state cooperative bank. In addition to loans from State Bank of India and other commercial bank. In addition to loans from State Bank of India and other commercial bank. Loans obtained from the state bank, state government and from other statutory institutions. Loans obtained from the state government and from other statutory institutions. അപ്പൊ എന്താന്ന് മനസ്സിലായില്ല? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് പ്രധാനമായിട്ട് സംഘങ്ങൾ ലോണുകൾ ബോറോയിങ്സ് എടുക്കുന്നത്. അതുകൂടാതെ അവരെടുക്കുന്നത് എങ്ങനെയാണ്? അത് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്ന് എടുക്കാം, സ്റ്റേറ്റ് ബാങ്കുകളിൽ നിന്ന് എടുക്കാം, പിന്നെ ഗവൺമെന്റിൽ നിന്ന് വായ്പകൾ വാങ്ങിക്കാം, സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായ NCDC, നബാർഡ് എന്നിവയിൽ നിന്നൊക്കെ ഇതുപോലെ തന്നെ ബോറോയിങ്സ് വാങ്ങിക്കാം. അടുത്ത ഒരു ഭാഗമാണ് ഡിബഞ്ചേഴ്സ്. നമുക്കറിയാം ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സ് എന്താണ്? ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ദേ കളക്ട് ഫണ്ട്സ് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ ഡിബഞ്ചറുകൾ മുഖേനയാണ് ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അത് 3 തരം ഡിബഞ്ചറുകളാണ് അവർ പ്രധാനമായിട്ട് ഇറക്കുന്നത്. ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചേഴ്സ് ആൻഡ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ. എന്തൊക്കെയാണ്? ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ ആൻഡ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചേഴ്സ്. അപ്പൊ എന്തൊക്കെയാണ്? ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ ആൻഡ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചേഴ്സ്. അതിൽ ഓർഡിനറി ഡിബഞ്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും തന്നെ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇറക്കുന്നതാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ വാങ്ങിക്കുന്ന ഡിബഞ്ചറുകളാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ എന്ന് പറയുന്നത് സ്പെഷ്യൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രത്യേക പ്രൊജക്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറക്കുന്നതാണ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. റൂറൽ ഡിബഞ്ചറുകൾ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നബാർഡൊക്കെ റൂറൽ ഏരിയയിലേക്ക് കൊടുക്കുന്ന ലോണുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറക്കുന്ന കൂടുതലും കളക്ട് ചെയ്യാൻ നബാർഡൊക്കെയാണ് അത്. അതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന റൂറൽ ഡിബഞ്ചറുകൾ എന്ന് പറയുന്നത്. 1957ലാണ് ഈ റൂറൽ ഡിബഞ്ചറുകൾ വന്നത്. അത് എന്താണ്? ഈ റൂറൽ ഡിബഞ്ചറുകൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. റൂറൽ ഡിബഞ്ചറുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. 6-7 മാസത്തെ കാലയളവിനൊക്കെ വേണ്ടിയിട്ട് ഇറക്കുന്നതാണ് റൂറൽ ഡിബഞ്ചറുകൾ എന്ന് പറയുന്നത്. 6-7 വർഷത്തെ. ഓക്കെ. അപ്പൊ ഡിബഞ്ചേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് നോക്കാം. സ്റ്റേറ്റ് എയ്ഡ് നമ്മൾ കുറെ പഠിച്ചു. നമ്മൾ എന്താണ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടൊക്കെ പഠിച്ച കാര്യങ്ങളാണ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്റ്റ് എന്താണ് ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോണുകളല്ലാതെ, ബോറോയിങ്സ് അല്ലാതെ നബാർഡിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും NCDCയിൽ നിന്നും സഹായങ്ങൾ വേറെയും കിട്ടുന്നുണ്ട്. ഗ്രാന്റുകളായി, സബ്സിഡികളായി, ഷെയറുകളായി പല രീതികളില് സ്റ്റേറ്റ് എയ്ഡുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്? ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, NCDC, നബാർഡ്. അപ്പൊ എന്താണ്? നബാർഡിൽ നിന്ന് കിട്ടുന്ന കുറെ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. സ്റ്റേറ്റ് അത് തിരിച്ചടയ്ക്കുന്നതും അടയ്ക്കാത്തതുമായിട്ടുള്ള കുറെ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അത് ഗ്രാന്റ് ആയിട്ടും സബ്സിഡി ആയിട്ടും ഒക്കെ കിട്ടും NCDCയുടെ നിന്ന്. അതൊക്കെ സൊസൈറ്റികളുടെ വർക്കിംഗ് കണ്ടീഷനൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ നബാർഡും NCDCയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് സ്റ്റേറ്റ് എയ്ഡുകൾ വേറെ വരുന്ന ഫണ്ടുകൾ. അത് ഗ്രാന്റുകളും സബ്സിഡികളൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ നമുക്ക് എന്താണ് ഗ്രാന്റ്, എന്താണ് സബ്സിഡി എന്നും കൂടെ നോക്കാം. ഗ്രാന്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഗിവൺ ബൈ ഗവൺമെന്റ് ഇൻ വിച്ച് ദയർ ഇസ് നോ റീപേയ്മെന്റ് എക്സ്പെക്ടഡ്. ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ഗ്രാന്റുകൾ, അതിന് റീപേയ്മെന്റിന്റെ ആവശ്യമില്ല. സബ്സിഡി എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ബാങ്ക് കൊടുക്കുന്നതാണ്, അതിനും റീപേബിൾ ആവശ്യമില്ല. ഇതാണ് ഗ്രാന്റ് സബ്സിഡി എന്ന് പറയുന്നത്. ഗവൺമെന്റ് സബ്സിഡി ഒരിക്കലും കൊടുക്കാറുണ്ട്. അത് ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്, വേറെ ബാങ്കുകൾ ത്രൂ ആയിട്ടായിരിക്കും കൊടുക്കുക സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ നിങ്ങളോട് ഇതിനൊന്ന് ഇതായിട്ട് പറയാം. സീരിയസ് ആയിട്ട് എക്സാമിന് എല്ലാവരും എടുക്കുക. ഇപ്പൊ പനിയും മറ്റുള്ള അസുഖങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഉണ്ട്. എല്ലാവർക്കും കുറേ കുട്ടികൾക്ക് എനിക്കറിയാം പനിയൊക്കെ ആയിട്ട് വിഷമങ്ങളൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ട്. ഇങ്ങനെ എക്സാം എടുത്തപ്പോൾ ബുദ്ധിമുട്ടുകൾ, വീട്ടിലും എല്ലാവർക്കും പനി, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും പറയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാം അസുഖങ്ങള് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ക്ലാസ്സുകൾ കേട്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക. യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുക. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ടൊക്കെ ഒന്ന് പഠിക്കാം. എക്സാം നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കുക ഒന്നും ചെയ്യില്ല. അപ്പൊ നമുക്കത് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന അവസരങ്ങള് വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ്. അപ്പൊ നമ്മള് പിന്നെ അസുഖങ്ങൾ ഇല്ലാത്തവരെല്ലാവരും ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് എയ്ഡിനെ കുറിച്ച് പഠിച്ചു. അതായത് ഫണ്ടുകൾ എന്താണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിലെന്താണ് നമ്മള് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആയിട്ട് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആയിട്ട് ഗവൺമെന്റുകൾ ഫണ്ട് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിലെന്താണ് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആകുമ്പോൾ അത് എന്താണ് SSPF-ഉം PSPF ഒക്കെ ആയിട്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നു. അതിന്റെ ഓരോ സെക്ഷനുകളും റൂളില്ല അതിൽ, നമ്മൾ സെക്ഷനുകൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള ഫണ്ടുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് ഓൺ ഫണ്ട്സ് ആണ്. അതിലെന്തൊക്കെയാണ് നമ്മൾ ഫണ്ടുകൾ എന്ന് പറയുന്നതിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിഷൻ ഫീ ആണ്. പിന്നെ ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് അതർ റിസർവ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു ബോറോയിങ്സ് ആണ്. ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വായ്പകളാണ്. അത് ലോണുകളായിട്ടും വായ്പകളായിട്ടും ഒക്കെ എടുക്കുന്നതാണ്. അതിലെന്താണ് ഡെപ്പോസിറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. നമ്മൾ അംഗങ്ങളല്ലാത്തവരോ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകകൾ. അതേപോലെ തന്നെയാണ് കടങ്ങൾ എന്ന് പറയുന്നതിൽ എന്താണ് എടുക്കുന്നത് എന്ന് വെച്ചാല് ഗവൺമെന്റിൽ നിന്ന് കടമെടുക്കാം, അതുപോലെ ഫിനാൻഷ്യൽ ബാങ്കിൽ നിന്ന് എടുക്കാം, അതർ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നിന്നൊക്കെ കടമെടുക്കാം. അതുപോലെ നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായിട്ടുള്ള NCDC, നബാർഡ് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കടമെടുക്കാം. നമ്മൾ സ്റ്റേറ്റ് എയ്ഡ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കുറെ കാര്യങ്ങളുണ്ട്. സബ്സിഡി ഗ്രാൻഡും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ നബാർഡ്, NCDC-യും കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്, 5 മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ സെപ്റ്റംബർ 6-ാം തീയതി തുടങ്ങി ഞാനൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്രാഷ് കോഴ്സ്, കേരള ബാങ്കിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഇതുപോലെ ക്ലാസ്സിനോടൊപ്പം തന്നെ അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് നമ്മള് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഇതിപ്പോ പഠിപ്പിക്കുക തന്നെയാണ്. അതല്ല, ഒരു ടോപ്പിക് തന്ന് അത് മുഴുവൻ ആ ക്ലാസ്സിൽ ഇരുത്തി തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ച് പഠിപ്പിക്കുക. പിന്നെ അതിനുശേഷം എല്ലാ ദിവസവും എക്സാം എടുത്ത് നിങ്ങളിൽ അതങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ക്രാഷ് കോഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവര് എന്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ. എന്റെ നമ്പർ 9895992160 ആണ്. വാട്സാപ്പും ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായാലും പറയാം. അതേപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.